എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഓവറോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ, അതുപോലെ തന്നെ തായ്വാൻ, സൗത്ത് കൊറിയ ഈ രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളാണ് വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ട് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്പ്, ഇന്ത്യ ഈ രാജ്യങ്ങളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല മുന്നേറ്റമാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ബയാസ് ആണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോഴുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം അമേരിക്കയിലത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ കഴിഞ്ഞ ആഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈനടുത്തൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരവസരത്തിൽ $5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്ലോസ് ചെയ്തിരുന്നു. റിസൾട്ടിന് ശേഷം നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ആപ്പിളിന്റെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് താഴെ വന്നിരിക്കുകയാണ്. $4.53 ട്രില്യൺ ആണ് ആപ്പിളിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ. എൻവിഡിയ വീണ്ടും ബെറ്റർ ആയിരിക്കുകയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.82 ട്രില്യൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം എൻവിഡിയ വീണ്ടും ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലുണ്ടായിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് അപ്വേർഡ് മൊമെന്റം നോക്കുകയാണെങ്കിൽ മറ്റൊരു സ്റ്റോക്ക് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ റിസൾട്ടിന് ശേഷം ഒരു ദിവസം മാത്രം മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോക്ക് അറൌണ്ട് 16% ഉയർന്നിരുന്നു. ഇത് തീർച്ചയായിട്ടും മറ്റൊരു വേൾഡ് റെക്കോർഡും കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഒരു ദിവസം ഒരു സ്റ്റോക്ക് ഗെയിൻ ചെയ്യുന്ന വാല്യൂ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $450 ബില്യൺ ആണ് മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം എൻവിഡിയ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ദിവസത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗെയിൻ $440 ബില്യൺ. മൈക്രോസോഫ്റ്റിന്റെ കഴിഞ്ഞ ധനകാര്യ വർഷത്തെ മൈക്രോസോഫ്റ്റിന്റെ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്ന ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ്. അപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിസൾട്ടും അതുപോലെ തന്നെ Q4 റിസൾട്ടും അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഈ റിസൾട്ട് അനൗൺസ്മെന്റിന് ശേഷമാണ് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ മുന്നേറ്റം കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ 88 ഡാറ്റാ സെന്റേഴ്സ് ലൈവ് ആക്കിയിട്ടുണ്ട്. Q4 മാത്രം 31 ഡാറ്റാ സെന്റേഴ്സ് ലൈവ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ അറൌണ്ട് 500 ഡാറ്റാ സെന്റേഴ്സ് ആണ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ അമേരിക്കയിലത്തെ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ ജപ്പാൻ, അതുപോലെ തന്നെ തായ്വാൻ, സൗത്ത് കൊറിയ. അമേരിക്കയിൽ ഇതുപോലെ മെമ്മറി സ്റ്റോക്കുകളുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് ഈ 3 രാജ്യങ്ങളിലും കണ്ടത്. എന്നിരുന്നാലും വെള്ളിയാഴ്ചയോടുകൂടി ഒരു പാർഷ്യൽ റിക്കവറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹയർ വാല്യുവേഷനിലുള്ള പല സ്റ്റോക്കുകളിൽ ഒരു പക്ഷെ ഫർദർ റിക്കവറി സ്ലോ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള ഗ്ലോബൽ മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനി ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഗോൾഡ് താഴെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ചൈനീസ് സെൻട്രൽ ബാങ്ക് ആണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ പൊതുവെ ഗോൾഡ് ഭയം കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. അപ്പം സിൽവറും ഗോൾഡിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത്. അതേസമയം ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തന്നെയാണ്. പക്ഷെ മുമ്പുണ്ടായ രീതിയിലുള്ള നെഗറ്റീവ് റിയാക്ഷൻ ഒന്നും തന്നെ മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല. അതേസമയം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഒരു $10 ഫ്ലക്ച്വേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ടുള്ള മൈനർ നീജർക്ക് റിയാക്ഷൻസ് ഒക്കെ പല രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഉണ്ട്. ഇന്ത്യയിലും അത്തരത്തിലുള്ള മൈനർ നീജർക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മൈനർ നീജർക്ക് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇത്തരത്തിലുള്ള മേജർ നെഗറ്റീവ് ന്യൂസ് ലോസ് എല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഒപ്പം നമ്മുടെ റുപ്പിയുടെ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 95.3
രൂപ പെർ ഡോളറിനാണ് റുപ്പി കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആണ്. അതോടൊപ്പം തന്നെ FCNR ഡെപ്പോസിറ്റ് പുതുതായിട്ട് RBI റിലാക്സ് ചെയ്തിരുന്ന ഈ FCNR ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ടോട്ടൽ ടാർഗറ്റ് ആയിരുന്നത് $80 ബില്യൺ ആണ്. പക്ഷെ ജൂലൈ എൻഡ് ചെയ്യുമ്പോൾ $40.8 ബില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ടാർഗറ്റായ $80 ബില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത് റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 2013 RBI ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള സ്കീമിൽ കൂടി $26 ബില്യൺ ആണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ FCNR ഡെപ്പോസിറ്റ് ഇൻഫ്ലോ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യൻ റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. തീർച്ചയായിട്ടും നമ്മുടെ NRI പോപ്പുലേഷൻ, ഓവർസീസ് ഉള്ള NRI പോപ്പുലേഷന്റെ ട്രസ്റ്റ് തന്നെയാണ് ഇതിന് കാരണം. അവരെ സംബന്ധിച്ച് അറൌണ്ട് 14 to 15% ഗെയിൻ ആണ് ഇത്തരത്തിലുള്ള FCNR ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്മേൽ ലിവറേജ് എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സ്കീമാണ്. അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് റുപ്പിയുടെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഒപ്പം ജൂലൈ മാസത്തെ GST കളക്ഷൻ ഡാറ്റ വന്നിട്ടുണ്ട്. 2.11 ലക്ഷം കോടി രൂപയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതും വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഫിഗർ തന്നെയാണ്. ഇമ്പോർട്ടിൽ നിന്നാണ് കൂടുതൽ GST കളക്ട് ചെയ്തിരിക്കുന്നത്. അറൌണ്ട് 30% ഇമ്പോർട്ടിൽ നിന്നാണ്. ഡൊമസ്റ്റിക് ഇൻക്രീസ് 10% ആണ്. എന്നിരുന്നാലും ഈ ഫിഗറും എക്കണോമി റിലേറ്റഡ് ഒരു ഫിഗർ തന്നെയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ഫിഗറിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന Q1 റിസൾട്ടുകൾ മെജോറിറ്റി ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിന്റെ ഇമ്പാക്റ്റിലുള്ള റോ മെറ്റീരിയൽ കോസ്റ്റിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് പ്രോഫിറ്റബിലിറ്റിനെ സ്ലൈറ്റ് ആയിട്ടൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും നല്ല Q1 റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ കാര്യത്തിലായാലും ക്രെഡിറ്റ് ഗ്രോത്ത്, കോർപ്പറേറ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. HDFC അറൌണ്ട് 19% ആണ് കോർപ്പറേറ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അറൌണ്ട് 35% ആണ് ആക്സിസ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് ഒക്കെ അതാത് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം Q1 റിസൾട്ടുകൾ എബോവ് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഒപ്പം പല കമ്പനികളും Q1 റിസൾട്ടുകൾക്ക് ശേഷം പല പുതിയ പ്രൊജക്ടുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫൈനാൻസ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടിന് ശേഷം അടുത്ത ഒരു വർഷത്തേക്ക് വലിയ പ്രൊജക്ടുകളാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ലെൻഡിനകത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഡിവിസ് ലാബ് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗെയിൽ, ക്ലീൻ മാക്സ്, എൻവിറോ എനർജി സൊല്യൂഷൻസ് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ Q1 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് ഈ ആഴ്ചയിലും ഈ സ്റ്റോക്ക് പ്രൈസുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തെ ഫിഗർ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 46,90,000 വണ്ടികളാണ് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ വിറ്റഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ, അതായത് 2025 ഒക്ടോബറിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള 46 ലക്ഷം ഫിഗറിന് ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഗ്രോത്തിനെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഇൻഡിക്കേഷനും കൂടി തന്നെയാണ്. ഏറ്റവും ബെറ്റർ ജൂലൈ ഫിഗേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് മാരുതി, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ആണ്. ഒപ്പം ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസും നല്ല ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ, ടൂ വീലറിൻ്റെതായാലും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെതായാലും കാറുകളുടേതായാലും ഒപ്പം SUVകൾ അതുപോലെ തന്നെ മറ്റെല്ലാ സെഗ്മെന്റിലും നല്ല ഗ്രോത്ത് ആണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ തന്നെ ആണ് കാണിക്കുന്നത്. ഇതും ഈ ആഴ്ചയിൽ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് ബയാസിന് കാരണമാക്കും. അതോടൊപ്പം തന്നെ ബെറ്റർ സെയിൽസ് ഡാറ്റ പുറത്തുവിട്ടിട്ടുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 2 മെയിൻ ബോർഡ് IPOs വരുന്നുണ്ട്. ഒപ്പം 6 SME IPOസും വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ പെർഫോമൻസ്, പ്രത്യേകിച്ച് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിന്റെ പെർഫോമൻസ് ലാസ്റ്റ് ഡേ 5.12 ടൈംസ് ആണ്.
ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഒരു കുറവ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള കാരണം എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് ഹോസ്പിറ്റൽ ഷെയർസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മണിപ്പാലിന്റെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വളരെ ഹൈ ആയിരുന്നു. ഓഫർ ചെയ്ത പ്രൈസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഒരു പക്ഷേ ലിസ്റ്റിംഗിൽ ഒരു പക്ഷേ താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. 590 രൂപ പെർ ഷെയറിനാണ് അലോട്ട്മെന്റ് വരാൻ പോകുന്നത്. താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ലോങ് ടൈമിലേക്ക് അത്തരത്തിലുള്ള ഒരു വീഴ്ച വരികയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഒപ്പം ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള MV ഇലക്ട്രോ സിസ്റ്റംസ് ഉണ്ട്. 12.79 ടൈംസ് ആണ് സെക്കൻഡ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ജൂനിപ്പർ ഗ്രീൻ എനർജി 0.49 ആയിട്ടുള്ളൂ സെക്കൻഡ് ഡേ. അപ്പോൾ MV ഇലക്ട്രോ സിസ്റ്റംസ് ലിമിറ്റഡിനും നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ മെയിൻ ബോർഡിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. സർക്കുലർ എക്കണോമി റിലേറ്റഡ് റീസൈക്ലിംഗ് റിലേറ്റഡ് കമ്പനിയാണ്. RD ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 53 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് RD ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പം മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഒപ്പം ഈ ആഴ്ചയിൽ NSE SMEയിൽ ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. അനാവിൽ വയർ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. നല്ലൊരു IPO ആണ്. 400 മാർക്കറ്റിലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം, അതായത് 800 ഷെയർ അപ്ലൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വിൻഡ് മിൽ ടവേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന റിലേറ്റഡ് പ്രൊഡക്ട്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ലൊരു IPO ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO BSE SMEയിൽ വരുന്നുണ്ട്. GV ഇലക്ട്രോണിക്സ് ആണ്. GV ഇലക്ട്രോണിക്സ് നല്ലൊരു IPO ആണ്. അപ്പർ പ്രൈസ് ബാൻഡ് 130 രൂപയാണ്, 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പൊ ഈ IPOയിൽ SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന 2 IPOs ആണ്. മറ്റൊരു IPO കൂടിയുണ്ട് BSE SMEയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ആഴ്ചയിൽ. LAPL ഓട്ടോമോട്ടീവ് ലിമിറ്റഡ്. ഈ ഒരു IPO റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. അപ്പൊ IPO മാർക്കറ്റിൽ ഈ ആഴ്ചയും നല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. IPOയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഓവറോൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ UPI ട്രാൻസാക്ഷൻ കഴിഞ്ഞ മന്തിലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 29.9 lakh crore വർത്ത് UPI ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. 23.66 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് നമ്പർ നോക്കുകയാണെങ്കിൽ. ഇതും ഒരു ഹിറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പേയ്മെന്റ് രംഗത്തുള്ള ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഡാറ്റയും പോസിറ്റീവ് ആണ്. ഒപ്പം ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ മറ്റ് ഓവറോൾ റിസൾട്ടുകളുടെ അല്ലെങ്കിൽ ബാങ്കിങ് റിസൾട്ടുകളുടെ ഒക്കെ ഒരു അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തത്, അതായത് Q1 റിസൾട്ടിന് ശേഷം നെഗറ്റീവ് റിയാക്ട് ചെയ്തിട്ടുള്ള 2 സ്റ്റോക്കുകളാണ് HDFC അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് സ്റ്റോക്കുകളെല്ലാം തന്നെ. ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ. അഡാനി എന്റർപ്രൈസസ് ഇറ്റലിയിലുള്ള ഒരു എയർപോർട്ടിന്റെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബിഡിംഗ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 10 പ്ലേയേഴ്സ് ഉണ്ട്. അഡാനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ എയർപോർട്ട് രംഗത്ത് ആദ്യത്തെ ഓവർസീസ് അക്വിസിഷൻ ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അഡാനി എന്റർപ്രൈസസിന്റെ അണ്ടറിലാണ് അഡാനി എയർപോർട്ട്സ് ലിമിറ്റഡ്. മിക്കവാറും അടുത്ത വർഷം ഡീമർജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഫ്രീ ഷെയർസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയേക്കാം. അവരുടെ അനൗൺസ്മെന്റിന് ശേഷമാണ് എത്തരത്തിലുള്ള ഡീമർജറാണ് വരാൻ പോകുന്നുള്ള ഒരു കാര്യം നമുക്ക് തിരിച്ചപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ മുമ്പൊക്കെ അഡാനി മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് മുമ്പ് ചെയ്ത രീതിയിലുള്ള ഡീമർജർ ആയിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടിയേക്കാം. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളൊരു മേജർ ന്യൂസ് അഡാനി പോർട്ടിന്റേതാണ്. ബ്രിട്ടനിലത്തെ അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സ് UK ഈ പോർട്ടിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അഡാനി പോർട്സ്. 21 പോർട്ടുകളുണ്ട് ഈ അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിന്റെ അണ്ടറിൽ. തീർച്ചയായിട്ടും ഇത് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അഡാനിക്ക് 40 പോർട്ടുകളുള്ള ഒരു കമ്പനി ആയിട്ട് മാറാം. ലോകത്തിലൊരു ഓണ്ടർപ്രണറും അച്ചീവ് ചെയ്യാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് അഡാനി പോർട്സിനെ സംബന്ധിച്ചൊക്കെ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഈ ന്യൂസ് വന്നതിന് ശേഷം
അഡാനി പോർട്സിന്റെ ഷെയർ പ്രൈസിലൊക്കെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഡെറ്റൊക്കെ വേണ്ടി വന്നേക്കാം. ടോട്ടൽ ബിഡിംഗ് എമൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് $10 ബില്യൺ ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ്, അഡാനി ഗ്രീൻ എനർജി, ഈ കമ്പനികളൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം വേദാന്ത ഡീമർജറിന് ശേഷം മറ്റൊരു ഡീമർജർ കൂടി അനൗൺസ് ചെയ്തിരുന്നു. വേദാന്ത റിയൽ എസ്റ്റേറ്റ് ഡീമർജ് ചെയ്യാണ്. വളരെ കുറവ് ഷെയർസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ വേദാന്ത അലുമിനിയം അതിന്റെ ഡിവിഡൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8 രൂപയാണ് ഇന്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ആഴ്ചയിൽ അത് മിക്കവാറും എക്സ് ഡിവിഡൻഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 8 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 454 രൂപയാണ് വേദാന്തയുടെ സ്റ്റോക്ക് പ്രൈസ്. തീർച്ചയായിട്ടും അടുത്ത വരുന്ന ക്വാർട്ടറുകളിലെല്ലാം തന്നെ വേദാന്ത ഇന്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും മറ്റൊരു ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്ക്, ഹയസ്റ്റ് ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്ക് ആയിട്ട് മാറുകയാണ് വേദാന്ത അലുമിനിയം. വേദാന്ത മുമ്പും ഇത്തരത്തിൽ ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ വേദാന്തയുടെ ഡിവിഡൻഡ് അനൗൺസ്മെന്റും വരാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. സെബി സി എന്റർപ്രൈസസിന്റെ പ്രൊമോട്ടേഴ്സിനെ 1 വർഷത്തേക്ക് മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സി എന്റർപ്രൈസസിന്റെ 2 മാസത്തെ ഒരു സസ്പെൻഷനും ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ടിവിറ്റീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സി എന്റർപ്രൈസസിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലൊക്കെ വന്നിട്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് കൂട്ടാനായിട്ട് 3144 കോടി രൂപയ്ക്കുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. 4% നിന്ന് 24% ഉയർത്താനാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഈ ന്യൂസ് പോസിറ്റീവ് ആണ്. എന്നിരുന്നാലും ഒരുപക്ഷെ സെബിയുടെ ഈ പണിഷ്മെന്റിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപക്ഷെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് കൂട്ടുന്ന നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സി എന്റർപ്രൈസസിന്റെ വാല്യുവേഷൻ കണ്ടന്റിന്റെ ബേസിസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്ന സിനിമാറ്റിക് റൈറ്റ്സ് അതുപോലെ തന്നെ മറ്റ് കണ്ടന്റ് റൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂയിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ലോങ് റണ്ണിൽ. എന്നിരുന്നാലും ഒരുപക്ഷെ സെബിയുടെ ഈ ആക്ഷന് ശേഷം ഒരുപക്ഷെ ചെറിയ നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഈ സ്റ്റോക്കിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഈ ആഴ്ച മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ടൈമിങ്ങിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾക്ക് മാത്രമാണ് ഇത് ബാധകം. അതേസമയം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ ഇല്ലാത്ത സ്റ്റോക്കുകളെ സംബന്ധിച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് ട്രേഡിംഗ് ടൈം. അതേസമയം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് അവരുടെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ടൈമിംഗ് 3:30 നിന്ന് 3:40 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലെ ക്യാഷ് മാർക്കറ്റിലത്തെ ട്രേഡിംഗ് 3:15 അവസാനിക്കും. 3:15 അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ 3:20 അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സും ഒക്കെ ഇടാനായിട്ട് സാധിക്കും. 3:25 വരെയാണ് ഇത് സാധിക്കുള്ളൂ. 3:25 മുതൽ 3:30 വരെ ലിമിറ്റ് ഓർഡേഴ്സ് മാത്രമേ ഇടാൻ സാധിക്കുള്ളൂ. മാർക്കറ്റ് ഓർഡേഴ്സ് ഇടാൻ പറ്റില്ല. അതിനുശേഷം 3:28 മുതൽ 3:30 വരെ ഒരു ഓർഡർ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് റാൻഡം ഓർഡർ എൻട്രി ഒക്കെ ക്ലോസ് ചെയ്യാണ് ഈ 3:30. 3:30 മുതൽ 3:35 വരെ ഓർഡർ മാച്ചിങ്ങും ക്ലോസിംഗ് പ്രൈസ് ഡിസ്കവറിയാണ് നടക്കുന്നത്. അതായത് 3:35 ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലെ ക്യാഷ് മാർക്കറ്റ് പ്രൈസ് ഡിസ്കവറി നടത്തും. 3:40 ഡെറിവേറ്റീവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലെ വൊളാറ്റിലിറ്റി അവോയ്ഡ് ചെയ്യാനാണ്, റിയൽ പ്രൈസ് ഡിസ്കവറിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇതിനെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു ഡിസിഷനാണ്. 3:35 ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലെ ക്യാഷ് പ്രൈസ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാനോ ഒക്കെ ആയിട്ട് സാധിക്കും. ഈ ഒരു ചേഞ്ചാണ് നാളെ മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾക്കും ഉള്ളത്.
ഒപ്പം ഈ ആഴ്ചയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മെയിൻ ബോർഡ് IPOs, അതുപോലെ തന്നെ 4-5 SME IPOs ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള IPOs ഒക്കെ റിസ്ക് എടുത്ത് IPOസിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ധാരാളം Q1 റിസൾട്ടുകൾ കൂടി ഈ ആഴ്ച അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും പോസിറ്റീവ് ബയാസ് തന്നെയാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സിന്റെ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ മൈനർ നീജർക്ക് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലൊരു പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്യും ഈ ആഴ്ച എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് എനിക്കുള്ളത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.